പ്രിയപ്പെട്ടവരെ, വളരെ എമർജൻസി ആയിട്ടാണ് നിങ്ങളോട് ഈ സഹായം അഭ്യർത്ഥിക്കുന്നത്. തട്ടിമാറ്റി കളയരുത് കേട്ടോ. ഷിഹാബ് എന്ന ചെറുപ്പക്കാരന് വേണ്ടി ഒരു നാട് മുഴുവൻ കൈകോർത്ത് നിൽക്കുക. നിങ്ങളോടൊക്കെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണേ ഷിഹാബിന്റെ ജീവിതത്തിലേക്ക്. ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ആസ്റ്റർ മെഡിസിറ്റിയിൽ കിടക്കുന്നത്. ഏകദേശം ഈ കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് 27 ലക്ഷം രൂപയുടെ മുകളിൽ ചെലവായി കഴിഞ്ഞു. ഈ പ്രിയപ്പെട്ടവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇനിയും മാസങ്ങളോളം ഹോസ്പിറ്റൽ വാസം വേണം. ഷിഹാബിന്റെ തലയോട്ടി, തലച്ചോറിന് സ്ട്രോക്ക്, അതുപോലെ തന്നെ ലെൻസിന് സ്ട്രോക്ക്, ഈ കാലിൻ്റെ ഇവിടുന്നൊക്കെ വെരിക്കോസിൻ്റെ ഒക്കെ മുറിവുകളാണ്. അതിൻ്റെയൊക്കെ സർജറി കഴിഞ്ഞ് ഇനിയും ജീവിതത്തിലേക്ക് ഷിഹാബ് എന്ന ഈ ചെറുപ്പക്കാരൻ ഒരു കുഞ്ഞു മാലാക കുട്ടിയുടെ ഉപ്പയാണ്. പ്രിയപ്പെട്ടവനാണ് നാട്ടുകാർക്ക്. ഒരു ബേക്കറി തൊഴിലാളിയാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഈ മനുഷ്യനെ ഇവരുടെ കുടുംബവും വേണ്ടപ്പെട്ടവരെല്ലാം സഹായിച്ച് ഇതുവരെ എത്തിയിട്ടുള്ളത്. ഇനി നമ്മുടെയൊക്കെ പൊതുസമൂഹത്തിൻ്റെ സഹായം ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സങ്കട കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും സഹായിക്കണം ഈ പ്രിയപ്പെട്ടവനെ. എല്ലാം കൊണ്ടും പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരനാണ്. സ്ട്രോക്കെല്ലാം സംഭവിച്ചു. അതുപോലെ തന്നെ തലയോട്ടി കണ്ടില്ലേ. ആളുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് കുടുംബം. ഡോക്ടർമാർ ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ട്. ചികിത്സ പൂർണ്ണമായും ലഭിച്ചാൽ തീർച്ചയായും ഷിഹാബ് ജീവിതത്തിലേക്ക് വരും. പക്ഷെ സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ ഷിഹാബിനൊന്നും സംഭവിക്കല്ലേ. നിങ്ങളെല്ലാവരും സഹായിക്കണം ഈ പ്രിയപ്പെട്ടവൻ. ഞങ്ങളെ നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ കൂടി ഒരുപാട് പൈസ നമ്മൾ ചിലവാക്കിയിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് ഞങ്ങളുടെ കയ്യിൽ ഇനി ഒന്നുമില്ല. ഞങ്ങൾക്ക് ഒരു പൊന്നുമോളുള്ളത്. മോൾക്ക് 5 വയസ്സേ ഉള്ളൂ. അവൾക്കറിയില്ല അവളുടെ ഉപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, എന്താണ് അവളുടെ ഉപ്പാക്ക് പറ്റിയെന്നൊന്നും. ഇടയ്ക്ക് അവള് അന്വേഷിക്കാറുണ്ട്. അവളുടെ വാപ്പ ഇപ്പൊ വരും, എന്നാ വരുന്നേ എന്നൊക്കെ അന്വേഷിക്കാറുണ്ട്. എന്റെ പൊന്നുമോളോട് എനിക്കൊരു മറുപടിയും പറയാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയിലാണ്. പറഞ്ഞു കൊടുത്താൽ ഓക്ക് മനസ്സിലാക്കാൻ പറ്റിയ പ്രായമല്ല എന്റെ മോനക്ക്. ഇതാണ് എന്റെ പൊന്നുമോള്. നിങ്ങളാ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ഞങ്ങളെ തന്ന് സഹായിക്കണം. എന്റെ പൊന്നുമോക്കും എനിക്ക്. എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന 10 വെച്ച് മോനെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് അടച്ചവനോട് സാക്ഷി നിർത്തി പറഞ്ഞു. എനിക്ക് വേറൊരു വഴിയും ആർക്കും ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങണത്. ഇതിനു വേണ്ടിയിട്ട് സാക്ഷി നിർത്തിക്കൊണ്ട് പറയണത്. ഇതിനു വേണ്ടി എന്റെ മോനൊക്കെ 10 രൂപ ഞങ്ങൾക്ക് ആശുപത്രി ലക്ഷങ്ങളാണ് പറയണത്. ഞങ്ങൾക്കൊരു വഴിയില്ല. അതിന്റെ പേരിൽ ഞങ്ങൾ ഇറങ്ങണതാണ്. ഇതിനു വേണ്ടി എനിക്ക് ഇത്രയും പറഞ്ഞുള്ളൂ. വേറെ ഒന്നും ഫാത്തിമക്ക് അറിയില്ല അവളെ ഒപ്പിച്ചിക്ക് എന്താണെന്ന്. അവളിവിടെ ഇങ്ങനെ ഓടിച്ചാടി ഹോസ്പിറ്റലാണെന്നുള്ള ലോകമൊന്നും അവളുടെ മുന്നിലില്ല. പ്രിയപ്പെട്ട ഉമ്മയെ ചിലപ്പോൾ ഉമ്മാൻ്റെ ജീവിതത്തിൽ ഒരു നല്ലൊരു ഫോട്ടോ ഒക്കെ പോലും നിന്നിട്ടുണ്ടാവില്ല. ആ ഉമ്മയാണെന്ന് തൻ്റെ മകന് വേണ്ടി സങ്കടങ്ങൾ കൊണ്ട് കരഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വരുന്നു. നമ്മൾ കാണാതെ പോയാൽ ഷിഹാബ് എന്ന ആ ചെറുപ്പക്കാരൻ ആ വെന്റിലേറ്ററിൻ്റെ ഉള്ളിലാവും. കഴിയുന്ന പോലെ ഈ കുടുംബം ഏറ്റെടുത്തിട്ടുണ്ട്. 30 ലക്ഷം രൂപയോളം അവർ ചെലവഴിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകാൻ പടച്ചു തമ്പുരാനോട് നല്ലവണ്ണം കരഞ്ഞ് സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഉമ്മാൻ്റെ കണ്ണീര് കാണാതെ പോലെ കേട്ടോ. നമുക്ക് ഉമ്മ അല്ലേ. നമ്മുടെ ഉമ്മ ഒന്ന് കണ്ണ് നിറഞ്ഞാൽ നമ്മൾ ജീവൻ കൊടുക്കില്ലേ. നമ്മുടെ ഉമ്മ ഒന്ന് സങ്കടപ്പെട്ടാൽ നമ്മൾ എന്ത് വില കൊടുത്തു ആ ഉമ്മാൻ്റെ കണ്ണീരിനൊരു പരിഹാരം കാണില്ലേ. ഈ പ്രിയപ്പെട്ടവൾ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഭർത്താവ് മുന്നോട്ട് വരും, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എൻ്റെ ഇക്ക എന്നുള്ള പ്രതീക്ഷയിലാണ്. വെന്റിലേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഷിഹാബിന് എന്തൊക്കെയോ നമ്മളോട് പറയാനുണ്ട്. ഷിഹാബിനെ കുറിച്ച് കേൾക്കുന്നതൊക്കെ അഭിമാനത്തോടെ ജീവിച്ച ചെറുപ്പക്കാരനാണ്. ഒരുപാട് പ്രയാസമുണ്ടായപ്പോഴും ആരുടെ മുന്നിൽ കൈ നീട്ടാത്തവനാണ്. ഇന്ന് ഇങ്ങനൊരു അവസ്ഥ പടച്ചിറപ്പ് കൊടുത്തത് പരീക്ഷണങ്ങളാണ്. അള്ളാഹുവിൻ്റെ ആ പരീക്ഷണത്തിൽ നിന്ന് കുടുംബം വിജയിക്കും. നിങ്ങൾ സഹായിച്ചു. ഇവിടെ കണ്ടില്ലേ, ഇവിടെ വാപ്പിക്ക് എന്താണെന്ന് അവളെ അറിയില്ല. നമ്മുടെ വീട്ടിലുള്ള മക്കള്, ഈ പ്രായത്തിലുള്ള മക്കൾ ഓടിച്ചാടി സന്തോഷത്തോടെ, അവൾക്കും ഉണ്ടാവില്ലേ അവരുടെ വാപ്പച്ചിയുടെ കൂടെ, അവനും ഉണ്ടാവില്ലേ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അവൻ്റെ ഉള്ളിൽ എന്തായിരിക്കും. നിങ്ങൾ കാണാതെ പോലെ കേട്ടോ. ഇവളെ ഓർത്ത് നിങ്ങൾ കഴിയുന്ന പോലെ സഹായിക്കണം. കണ്ടതിൻ്റെ പേരിലാണ് ഇങ്ങനെ നെഞ്ഞു പൊട്ടി നിങ്ങളുടെ മുന്നിൽ സങ്കടത്തോടെ ഞാൻ വരുന്നത്. ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്.
ചിലതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വല്ലാണ്ട് തട്ടിക്കേറി വരും. അങ്ങനെ ആ വെന്റിലേറ്ററിന്റെ ഉള്ളിൽ നിന്നാവും നമ്മളെ നോക്കിയത്. പ്രിയപ്പെട്ടവർ, ഒരുപാട് പറയാനുണ്ടാവും ചെറുപ്പക്കാരന്. ചിലപ്പോൾ എൻ്റെ ഈ അഭിമാനം വെച്ച് നിങ്ങളുടെ മുന്നിൽ യാചിക്കല്ലേ എന്ന് പോലും ആയിരിക്കും പറയുന്നത്. സങ്കടങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നുണ്ട്, സഹായം ചോദിക്കുന്നുണ്ട്. കൈവിടരുത് കേട്ടോ, സഹായിക്കും. വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇടുക്കി ജില്ലയിലെ രാജകുമാരി പഞ്ചായത്തിലെ മുരുക്കുംതൊട്ടി മഹല്ലിലെ ഖത്തീബ് അഷ്റഫ് സൈദിയാണ് സംസാരിക്കുന്നത്. ഒരു ആണായിട്ട് ഒരു ശിഹാബ് മാത്രമാണ് ആ മാതാപിതാക്കൾക്കുള്ളത്. ആ മാതാപിതാക്കൾക്ക് ഒരു മകനെയും തിരിച്ചു കിട്ടും. അതുകൊണ്ട് എല്ലാവരും അകമഴിഞ്ഞ് ഈ വിഷയത്തിൽ നന്നായി സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പേര് AK മക്കാര്. ഞാൻ മുഹ്യിദ്ദീൻ ജുമാ മസ്ജിദിൻ്റെ കമ്മിറ്റി അംഗമാണ്. ഇടുക്കി ജില്ലയിലെ രാജകുമാരി പഞ്ചായത്തിലെ മുരുക്കൻതൊട്ടി മഹല്ലിലെ സാധാരണക്കാരനിൽ സാധാരണക്കാരനായ മലയക്കുടിൽ വീട്ടിൽ ബഷീറിൻ്റെ മകനാണ് ശിഹാബ്. അദ്ദേഹത്തിന് തലച്ചോറിന് മാരകമായ രോഗം ബാധിച്ച് എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും അദ്ദേഹത്തിന് അകമഴിഞ്ഞ് സഹായിച്ച്, സാമ്പത്തികമായി സഹായിച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താനുള്ള ഈ പരിശ്രമത്തിൽ പങ്കാളികളാകണമെന്ന് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹ്യിദ്ദീൻ ജുമാ മസ്ജിദ് മുരുക്കുംതൊട്ടി അവിടെ പ്രസിഡൻ്റാണ് സംസാരിക്കുന്നത്. നമ്മുടെ മഹല്ലിൽ താമസിക്കുന്ന മാളയക്കുടിയിൽ ശിഹാബ് എന്ന പയ്യൻ 34 വയസ്സേ അദ്ദേഹത്തിനുള്ളൂ. അത് സീരിയസ് ആയിട്ട് ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലാണ്. ഒരുപാട് സംഖ്യ ചെലവായിട്ടുണ്ട്. ഇനിയും അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് ഒരുപാട് പൈസകൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും അത് ഷെയർ ചെയ്യുകയും എല്ലാവരും അത് അവനെ സഹായിക്കാൻ മുന്നോട്ട് വരികയും വേണമെന്ന് കുടുംബ ഗ്രൂപ്പുകളിൽ, അതുപോലെ നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങൾ അറിയുന്ന ആളുകളിലേക്ക് അയച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറ്റെടുത്താൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് നമുക്ക് ഈ കേസ് നമുക്ക് പെട്ടെന്ന് സഹായം എത്തിക്കാൻ കഴിയും.